ഹലോ ഗൈസ്, നമുക്കിന്നൊരു അടിപൊളി നാടൻ ബീഫിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈസി ആയിട്ട് കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ അടിപൊളി ടേസ്റ്റി കറിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ബീഫ് നന്നായി ഈ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുക്കർ എടുക്കുക. അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 2 സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ നല്ലൊരു സ്മെല്ലാണ്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി അത് ആ എണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുക്കറിൽ വിസിലടിക്കുമ്പോൾ ഇത് നന്നായി കുക്കായി വരും. ഇനി ഇതായി പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നിങ്ങളുടെ ബീഫിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇടാവുന്നതാണ്. ഇനി ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി അത്യാവശ്യം കൂടുതൽ ഇടുന്നുണ്ട്, ഒരു 5-6 സ്പൂണൊക്കെ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചല്ല, അത്യാവശ്യം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇതൊക്കെ ചേർക്കേണ്ടത്. ഇനി മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഓവറായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കുക്കറിൽ വേവിക്കുന്നതാണ്. ഇപ്പോൾ ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓവറായി പോകരുത് വെള്ളം. കുറച്ച് വെള്ളം ഒഴിച്ചാലേ ഉള്ളൂ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടാം. ഇനി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4-5 വിസിൽ. അത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ രുചിയാണ്. നമുക്കിത് എല്ലാത്തിൻ്റെ കൂടെയും മാച്ച് ആവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.